പടത്തിന്റെ ടാഗ് ലൈൻ ഉണ്ടല്ലോ, ഡിസെന്റ് ഇസ് പേട്രിയോട്ടിക്. നമ്മൾ അധികാര കേന്ദ്രത്തിന് എതിരെ എന്തു പറഞ്ഞാലും രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്നിട്ടാണ് വിയോജിപ്പും രാജ്യസ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് വരുന്നത്. ആ ഒരു കണ്ടന്റ് അങ്ങനെ ചെയ്യാൻ എത്ര ഈസി ആയിരുന്നു ഇന്നത്തെ കാലത്ത്? ഞാൻ പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടൊരു സിനിമ ഉണ്ടാക്കുക എന്ന് മാത്രം വെച്ച് പോകുന്നതല്ല. ഞാൻ പറയാം, അതിനകത്ത് നമുക്ക് ഡ്രാമയുണ്ട്, അതിനകത്ത് എനിത്തിങ് പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ അല്ലേ, എന്ത് തരത്തിലുള്ള നമ്മളുള്ള എല്ലാം അങ്ങനെ ആയിട്ട് മാറുന്നൊരു കാലഘട്ടത്തിലാണ്. അപ്പം ഞാൻ ഇതിനെ കാണുന്നത്, ഈ പടം എന്തുകൊണ്ട് ഈ സമയത്ത് പറയണം, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് പറയണം, അതിന് എനിക്ക് റീസണിങ് ഉണ്ടോ, എനിക്ക് എൻ്റെതായിട്ടുള്ള ഇതുണ്ടോ, എനിക്ക് തോന്നുന്ന റീസണിങ് ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, ഈ സിനിമയുടെ ഒരു കഥാഗതിക്ക് എന്തൊക്കെയാണോ ആവശ്യം അതിനെ നിലനിർത്തിക്കൊണ്ട് സിനിമ കൊണ്ടുപോവുക. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സിനിമ പറഞ്ഞിരിക്കുന്നു. ഒരു റെഗുലർ കമേഴ്ഷ്യൽ സിനിമയല്ലല്ലോ, അങ്ങനത്തെ ഒരു ഫ്ലേവർ പടമല്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നടക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾ തന്നെ, കാരണം ഞാൻ കുറച്ച് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് എന്നെ അറിയാവുന്ന ആളുകൾ പറയും, അടച്ചു വെക്ക്, മുമ്പോട്ട് പോകും, വേറെ എന്തെങ്കിലും ആലോചിക്കപ്പെട്ടത്, ഇത് തന്നെ ഇരിക്കില്ല എന്ന് പറയും. പക്ഷെ ഞാനെന്തോ ഈ തവണ ഞാനത് കുറച്ചുകൂടെ ക്ഷമയോടുകൂടി ഇതിൽ തന്നെ ഇരുന്ന് ഇതൊന്ന് കാരണം ഒരിക്കൽ അടഞ്ഞു പോയാൽ പിന്നെ തുറക്കില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു അനുഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നല്ല 2-3 അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പിന്നെ പടം പറയുന്നൊരു സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ്, ആ സമയം അത് ഭയങ്കര റിലവൻ്റ് ആണ്. അപ്പോൾ അത് പിന്നീട് അതിനെക്കുറിച്ച് ചിലപ്പോൾ നമുക്ക് ആലോചിച്ചിട്ട് കാര്യമില്ല, അന്നത് പറയണമായിരുന്നുണ്ടോ ചിന്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു പേഷ്യൻസ് കുറച്ച് ലേൺ ചെയ്തു ഇതിനകത്ത്. ഞാൻ പറഞ്ഞ എന്നെ കുറച്ചുകൂടെ കാമറാക്കി. ആ ഓഡിയൻസിലൊരു വിശ്വാസം ഉണ്ടല്ലോ, അതായത് മറ്റു മാസ് എലമെന്റ്സിലേക്ക് ഒന്നും പോകണ്ട, ഇവരെ കിട്ടിയാലും എന്റെ കണ്ടന്റ് ഇതാണ്, അത് പറഞ്ഞാൽ ഓഡിയൻസ് സ്വീകരിക്കുന്നുള്ളൊരു വിശ്വാസം എത്രത്തോളം നമുക്കുണ്ടല്ലോ. ഇതിനെന്താണ് ഇൻവിറ്റേഷൻ, വൈ ഷുഡ് ഇത് കാണാൻ, എന്തുകൊണ്ട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരണം, ആ ഒരു കൺസേൺ എല്ലാ കാലത്തും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ട എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഇന്നറൻ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു, ഈ കഥയ്ക്കകത്തുണ്ടായിരുന്നു, ഈ തിരക്കഥ എഴുതുന്ന സമയത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാമെന്ന് ചിന്തിക്കുന്നത് തന്നെ. അല്ലാതെ നമ്മളിപ്പോൾ ഇതിനകത്ത് കുത്തിക്കയറ്റിയിട്ടില്ല, അത് നടത്തിയിട്ടില്ല.